ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതേ അത്യാവശ്യം അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലോട്ട് കയറിയിട്ടോ. അപ്പോൾ ഇന്ന് നാളെയായിട്ട് എനിക്കൊരു 4 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. 2 പ്രിൻസസ് കട്ട് ബ്ലൗസും 2 ക്രോപ്പ് ടോപ്പുമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 2 ഇന്ന് വൈകുന്നേരം കൊടുക്കണം, ബാക്കി 2 നാളെയായിട്ടും കൊടുക്കണം. അപ്പോൾ നാളെ നമുക്ക് അങ്ങനെ മെഷീനിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വീട്ടിലെല്ലാവരും തന്നെ വരും. നാളെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ആന മഹോത്സവമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിലെ ബന്ധുക്കാരൊക്കെ വരും. അപ്പോൾ നാളെ നമുക്ക് അങ്ങനെ അധികം മെഷീനിൽ കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് 4 അത്യാവശ്യം ഇന്ന് തന്നെ തീർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒരു 3 മണിക്ക് മുന്നായിട്ട് തീർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇന്നലെ ഉച്ച കഴിയുമ്പോൾ നല്ല ഇടിയും മഴയൊക്കെ പറ്റുന്ന സമയമാണ്. ഇന്നലെ അതുപോലെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം ഒരു തവണ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ മെഷീൻ ഒന്ന് കത്തിപ്പോയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എപ്പോൾ മഴ പെയ്താലും ഞാൻ അതനുസരിച്ച് മെഷീൻ ഓഫ് ചെയ്തിട്ട് എനിക്ക് പേടിയാണ്. മെഷീൻ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ പൈസ ഒരുപാട് മുടക്കേണ്ടി വരും. അന്ന് നമുക്കൊരു ഏകദേശം 2500 രൂപയോളം ആയിട്ടോ മെഷീൻ ഇങ്ങനെ കത്തിപ്പോയിട്ട്. അങ്ങനെ ഇന്ന് ഒരു പരിപാടി നടക്കുമെന്ന് തോന്നണില്ല. കുഞ്ഞെന്തേ നല്ല അലമ്പാണ് കേട്ടോ. അപ്പോൾ അവന് ചൂല് വേണം, അവിടെ അടിച്ച് വാരണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള വഴക്കിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ താഴെ ഇരുന്ന് നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി ഇതോടുകൂടി തീരുമാനമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ. തീർത്ത് കൊടുക്കാതെ വരുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. അങ്ങനെ ആ പരിപാടി അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇവൻ്റെ കൂടെ എന്നിട്ട് വഴക്ക് മാറിയിട്ട് കയറി വരാമെന്ന് ഓർത്തേ. മെഷീൻ മേളിലായതുകൊണ്ട് തന്നെ നമുക്ക് കയറി ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും കുഞ്ഞിനുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അത് താഴത്തേക്കൊന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. താഴെ നമുക്ക് 2 റൂമുണ്ട്, അതുപോലെ തന്നെ മേളിൽ 2 റൂമുണ്ട്. അപ്പോൾ മേളിലാകുമ്പോൾ വലിയ വൃത്തികേടൊന്നും വരത്തില്ലല്ലോ എന്ന് ഓർത്താണ് മേളിലിട്ടത്. പക്ഷേ അതെപ്പോഴും കയറി ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പച്ചമുളക്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ പാവല്, അതൊക്കെ വീടിന് ചുറ്റിനും 4 വശത്തും ഉണ്ട് കേട്ടോ. വീടിന് നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ, 5 സെൻറ്റ് സ്ഥലമുള്ളെങ്കിലും അത്യാവശ്യം ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവേ. അപ്പോൾ ഈ വഴുതനങ്ങ എന്താണോ ഇത് ഒരുപാട് അങ്ങനെ മൂക്കുന്നില്ല. ഇപ്പോൾ തയ്ക്കാനുള്ളത് കൊണ്ട് ഇതിൻ്റെ പുറകെ പോകാനായിട്ട് എനിക്ക് അങ്ങനെ ടൈമും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല പരുവായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. വളമൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് അത്യാവശ്യം മുഴുക്കുന്നൊന്നുമില്ല. മുഴുക്കുന്നതിന് മുമ്പേ അതെല്ലാം പഴുത്ത് പോവാണ് കേട്ടോ. കുഞ്ഞിനെ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തോട്ടെ, അല്ലെങ്കിൽ ഇനി അത് അവിടെ നിന്ന് ഒരുപാട് മൂത്ത് പോവും. മൂക്കാത്തൊക്കെയാണെങ്കിൽ നമുക്ക് സാമ്പാറിനകത്തൊക്കെയാണെങ്കിൽ നാളെ ഇടാലോ എന്ന് ഓർത്ത് അതൊക്കെ കട്ട് ചെയ്തെടുത്തോട്ടോ. അങ്ങനെ ഇതേ ഒരു 3 വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ആ 3 നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരെണ്ണം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, മൂത്ത് പോയതാണെന്ന് തോന്നണേ. പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തന്നേ ഉള്ളൂ. പച്ചമുളക് നല്ല രീതിയിലുണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും നല്ല രീതിയിൽ ഒരു 5 പച്ചമുളക് കൂടിയുണ്ട്. അതിലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനധികം വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ പച്ചമുളക് പറിക്കണമെന്ന് ബഹളം വെച്ചിട്ട് ഇപ്പോൾ അതേ പച്ചമുളക് പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കാരണം നമുക്ക് അധികം പച്ചമുളകിൻ്റെ ഉപയോഗം ഇവിടെ ഇല്ല. ആവശ്യമുള്ളപ്പോൾ ഞാൻ വന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴുക്കുവാണെങ്കിൽ പഴുത്തിട്ട് അത് ഉണക്കിയെടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. പക്ഷേ ആൾ അതിനൊന്നും സമ്മതിക്കുമെന്ന് തോന്നണില്ല. ഇപ്പോൾ എല്ലാം പറിച്ചെടുക്കുമെന്ന് തോന്നണത്. ഞാൻ അതിന് സമ്മതിച്ചില്ല, നല്ല വഴക്കായിട്ട് മാറും. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ സന്ധ്യയാണ് കേട്ടോ. ഇപ്പോൾ ഇനി മഴ പെയ്യാതിരുന്നാൽ മതി. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം തീരുമാനത്തിലാവും കേട്ടോ. അപ്പോൾ മഴ പെയ്യലേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ തിരക്ക് പിടിച്ച് തയ്ക്കാനുള്ള ദിവസം എനിക്ക് നല്ല രീതിയിൽ ഇതുപോലത്തെ പണി കിട്ടും. അപ്പോൾ 4 ബ്ലൗസും തീർന്നിട്ടില്ല. 4 ബ്ലൗസും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് 2 തീർത്ത് വെച്ചാൽ നാളെ എനിക്കത് ഏകദേശം ഒരു ഉച്ചയാകുന്നതോടുകൂടി അത് 2 തീർത്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് 2 തീർത്ത് വെച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനായിട്ട്, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞൻ ചെറിയ വഴക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതല്ല അമ്മ എടുത്ത 100 എടുത്ത അങ്ങനെയല്ല പിന്നെ ഉണ്ടോ ഇതിനെ നിൽക്കൊന്നും വേണ്ട, തള്ളിക്കറ്റിയാണ്. ഉണ്ടോ ഇങ്ങോട്ട് നോക്കട്ടെ. ഉണ്ടോ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. നീ കൊണ്ടുവാ. ഇതല്ലേ ഇങ്ങനെയല്ലേ മോനെ. ആ വെച്ചോ.
നീ തയ്ക്കാനുള്ളല്ലോ അവിടെ ഇരുന്നോട്ടെ. വന്ന് വരി, അങ്ങനെ വരികയില്ല, നൂലിട്ടാലേ വരുള്ളൂ. ഒന്നാമത് സമയമില്ല, അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ വാശിയും വഴക്കും എല്ലാം കൂടെ ആകുമ്പോൾ ആകെപ്പാടെ തീരുമാനമാവും കേട്ടോ. ഇപ്പോൾ അതേ അടുത്തൊരു ചെറിയൊരു വഴക്കിനുള്ള തുടക്കം കുറിച്ചേക്കാണ് കേട്ടോ. ഇനി അത് എത്ര നേരത്തേക്ക് കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്ത് തയ്ക്കാനിരുന്നാലേ ശരിയാവുള്ളൂ. കാരണം ഇന്ന് രാത്രി ഇത് രണ്ടെണ്ണം തീർത്ത് വെച്ചാലേ എനിക്ക് ആകെപ്പാടൊരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ചെറിയ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നണം. ഇങ്ങനെയാവോ എന്തോ. ഈ കവറിലിരിക്കുന്നതൊക്കെ ഈ അടുത്ത ദിവസം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു പരിപാടിയും നടന്നിട്ടില്ല. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇനി കൊടുക്കണം. അപ്പോൾ അതേ കുഞ്ഞിന് എനിക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. വെട്ട് കഷ്ണമൊക്കെ അവിടെ കിടന്നതൊക്കെ പെറുക്കി കൂടുതലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ചൂലെടുക്കാനാണ് ഒരു വഴക്ക് നടന്നത്. അപ്പോൾ എനിക്ക് താഴത്തോട്ട് ഇറങ്ങാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കൈകൊണ്ട് പെറുക്കിയിടാൻ പറഞ്ഞു. അങ്ങനെ അതേ കൈകൊണ്ടൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ വീണ്ടും ഒരു 8ൻ്റെ പണി കിട്ടിയോ, വീണ്ടും മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇടിമിന്നലും ഉണ്ടാവോ ആവോ എന്തോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുള്ള് നശിപ്പീരാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ചോക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിനെ മൊത്തം ദേ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവനെ മുകളിൽ കൊണ്ടുവന്നുള്ള പരിപാടി. എല്ലാം നശിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ആശ നശിപ്പിച്ച് വെക്കും കേട്ടോ. അങ്ങനത്തെ ചേട്ടായി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മെഷീനൊക്കെ ഓഫാക്കി മഴ കഴിഞ്ഞിട്ട് കയറി വരാമെന്ന് കരുതി. ഇന്ന് ഏതായാലും ഉറക്കം ഒരു തീരുമാനമാവുമെന്ന് തോന്നണേ. അപ്പോൾ കുഞ്ഞൻ രാവിലെ സിപ്പപ്പ് വേണമെന്നും പറഞ്ഞായിരുന്നു കരച്ചിന് മൊത്തം കരഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടായി സിപ്പപ്പുമായിട്ട് വരുന്നത് കണ്ടിട്ട് ഓടിയതാണ് കേട്ടോ മേളിൽ നിന്ന്. ഇന്ന് സിപ്പപ്പ് ഇല്ലെങ്കിൽ കാര്യത്തിന് തീരുമാനമാകും. അതിന് മേളിലായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഇടിയും മഴയൊക്കെ അങ്ങ് മാറി. അപ്പോൾ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകളിലോട്ട് കയറി. അപ്പോൾ ഇനി കുഞ്ഞിൻ്റെ കൂടെ ചേട്ടായി ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വഴക്കൊന്നും ഉണ്ടാകില്ല അവനെ കൊണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് 2 ബ്ലൗസ് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റിയിട്ട്. അപ്പോൾ രാത്രി തന്നെ ഞാൻ കൊടുക്കണമെന്ന് ഓർത്താണ് ഇരുന്നത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ രാവിലെ അവരോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 2 ബ്ലൗസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ബ്ലൗസും കൂടെ തീർത്ത് കൊടുക്കാനായിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ 2 തീർന്നതിൻ്റെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ രാവിലെ 2 പേരും കൂടെ ഇട്ട് നോക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ അവർ അമ്പലത്തിൽ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ ഒരാൾ ഇട്ടിരിക്കുന്ന പിക്ക് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.